കലാകാരനായിരിക്കുന്നത്, അതും അറിയപ്പെടുന്ന കലാകാരനായിരിക്കുന്നത് എളുപ്പമുള്ള ഒരു കാര്യമല്ല. അതിന് കഠിനമായിട്ടുള്ള ശ്രമം ആവശ്യമാണ്, കഴിവ് ഉണ്ടാകണം, ഒപ്പം ഭാഗ്യവും ആവശ്യമാണ്. ഇവയൊക്കെ ഉണ്ടായാലും, ഇങ്ങനെ പ്രശസ്തരായാലും ഇവർക്ക് സമാധാനവും സന്തോഷവും ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ടാണ് പലരും നൈമിഷികമെങ്കിലും ഇങ്ങനെ സന്തോഷം നൽകുന്ന, സുഖം നൽകുന്ന, സ്വസ്ഥത നൽകുന്ന മറ്റ് കാര്യങ്ങൾ തേടിപ്പോകുന്നത്. ഇങ്ങനെയുള്ള ചില തേടലുകൾ ചിലരെയെങ്കിലും തെറ്റായ വഴികളിലൂടെ നയിക്കാറുമുണ്ട്. ഇങ്ങനെ പ്രശസ്തനായിട്ടുള്ള ഒരു പാട്ടുകാരൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു. ഇവിടെ ഇപ്പോൾ അറിയപ്പെടുന്ന ഒരു കലാകാരനാണ്. പക്ഷേ അയാൾ പറയുന്നു, അയാളുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുള്ള അനുഭവങ്ങളുമായിട്ടാണ് ഈ പ്രശസ്തിയുടെ സമയത്തും അയാൾ നടന്നത്. പ്രത്യേകിച്ച് അയാളുടെ കുട്ടിക്കാലം. വളർന്നത് ഒരു ഘട്ടം വരെ മാതാപിതാക്കളോട് കൂടെ ആയിരുന്നില്ല. കുറച്ചു നാൾ അയാൾക്ക് വീട് ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ അലഞ്ഞിരിഞ്ഞ് നടന്ന മനുഷ്യനാണ്. പിന്നെ നിരാശയായി. അതിനുശേഷം അയാൾക്ക് ക്യാൻസറുമായി. അപ്പോഴും അയാൾ ഒരു അന്വേഷണത്തിലായിരുന്നു. ദൈവ അനുഗ്രഹത്താൽ അയാളുടെ അന്വേഷണം, അയാളുടെ വഴി ശരിയായ ഒന്നായിരുന്നു. അയാൾ ഒരു തീർത്ഥാടനത്തിന് പോയി. ആ വഴിയിൽ അയാൾ തന്നെ തിരിച്ചറിഞ്ഞു. അതിനുശേഷം അയാൾ പറയുന്നു, അയാൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു, അയാളുടെ കുടുംബത്തിൽ വിശ്വസിക്കുന്നു, അയാൾ തന്നെ വിശ്വസിക്കുന്നു, അയാൾ സ്നേഹത്തിൽ വിശ്വസിക്കുന്നു. ഇയാൾക്ക് ഇതെല്ലാം ഒരു കാലത്ത് നഷ്ടപ്പെട്ട ഒന്നായിരുന്നു. ഈ വിശ്വാസം ഏറ്റുപറയുവാനായിട്ട് ഇയാൾക്ക് യാതൊരു മടിയുമില്ല. ഈ ഒരു പ്രശസ്തിയിൽ നിൽക്കുമ്പോഴും പല ഇൻ്റർവ്യൂകളിലും ഇയാളിത് പറയുന്നുണ്ട്. ഇയാൾ പറയുന്നു, ഇങ്ങനെ തൻ്റെ പഴയ കാലവുമായിട്ട് മല്ലടിക്കുന്നവർ, ജീവിതത്തിൽ ആത്മവിശ്വാസവും വിശ്വാസവും നഷ്ടപ്പെട്ടവർ, അവർ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള വഴികളിൽ, ഇങ്ങനെയുള്ള അന്വേഷണങ്ങളിൽ ഏർപ്പെടണമെന്ന്. തീർത്ഥാടനം എന്നുള്ളത് നമുക്ക് സുപരിചിതമായിട്ടുള്ള ഒന്നാണ്. പലപ്പോഴും ഇന്നത്തെ തീർത്ഥാടനം വെറും വിനോദ യാത്രയായിട്ടൊക്കെ മാറിയിട്ടുണ്ട്. എന്നാൽ യഥാർത്ഥ തീർത്ഥാടനം എന്നുള്ളത് സമയം കണ്ടെത്തുന്നതിൽ, ആത്മപരിശോധന ചെയ്യുന്നതിൽ, സ്വന്തം വഴികളെ തിരിച്ചറിയുന്നതിന് ഒക്കെയുള്ള ഒരു പ്രധാനപ്പെട്ട ആത്മീയമായിട്ടുള്ള അഭ്യാസമാണ്. ഇങ്ങനെ സത്യം തിരിച്ചറിഞ്ഞ് സത്യം തേടുന്ന മനുഷ്യരെയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്. അവർ അക്കാലത്ത് പ്രശസ്തനായിരുന്ന സീസറിൻ്റെ അടുത്തേക്കോ അല്ലെങ്കിൽ അവരുടെ ഭരണാധികാരികളുടെ അടുത്തേക്കോ, എന്തിനു പറയുന്നു, അവരുടെ പ്രധാന പുരോഹിതരുടെ അടുത്തേക്കോ ഒന്നുമല്ല പോകുന്നത്. ഇവർക്ക് അധികാരമുണ്ടായിരുന്നു, പ്രശസ്തി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ സുന്ദരമായിട്ടുള്ള ജീവിതം നയിച്ചിരുന്നവരുമായിരുന്നു ഇവർ. എന്നാൽ ഇവരുടെ അടുത്തേക്കല്ല ഈ മനുഷ്യർ പോകുന്നത്. മറിച്ച് മരുഭൂമിയിൽ വന്യമായിട്ട് ജീവിച്ചിരുന്ന ഒരു പ്രവാചകൻ്റെ അടുത്തേക്ക്, സ്നാപക യോഹന്നാൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. പാലസ്തീനയുടെ വഴികൾ വളരെ ബുദ്ധിമുട്ടുള്ള, സഞ്ചരിക്കുവാനായിട്ട് ബുദ്ധിമുട്ടുള്ള വഴികളായിരുന്നു. കല്ലും മണ്ണും പൊടിയും ഒക്കെ നിറഞ്ഞ സഞ്ചാരത്തിന് ബുദ്ധിമുട്ടുള്ള ഒരു വഴി. എങ്കിലും ഈ മനുഷ്യർ ഈ വഴിയിലൂടെ മരുഭൂമിയിലേക്ക് ചെല്ലുകയാണ് യോഹന്നാനെ കേൾക്കുവാനായിട്ട്. കാരണം അവർക്കറിയാമായിരുന്നു, യോഹന്നാൻ വ്യത്യസ്തനായിരുന്നു, ഇവരുടെ നേതാക്കന്മാരെ പോലെ ആയിരുന്നില്ല. സത്യത്തിൽ ഈ മനുഷ്യർ വളരെ ധൈര്യശാലികളായിരുന്നു. ഇങ്ങനെ അംഗീകരിക്കപ്പെട്ടിരുന്ന, അധികാരമുണ്ടായിരുന്ന വ്യക്തികളെ അവഗണിച്ചുകൊണ്ട് അവർ പോകുന്നത് ഇതൊന്നുമില്ലാത്ത ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ്റെ അടുത്തേക്ക്. സത്യത്തിൽ ഇത് അധികാരികളോടുള്ള ഒരു എതിർപ്പ് കൂടെ ആയിരുന്നു എന്ന് പറയാം. ഇന്നത്തെ കാലഘട്ടത്തിലായിരുന്നെങ്കിൽ നമ്മൾ ഇതിനെ എങ്ങനെ സ്വീകരിക്കുമായിരുന്നു, എങ്ങനെ കാണുമായിരുന്നു? ഉദാഹരണത്തിന്, നമ്മുടെ ഇടവകയിലുള്ള മനുഷ്യർ സഭയെ അവഗണിച്ച്, പരിശുദ്ധ പിതാവിനെ അവഗണിച്ച്, അല്ലെങ്കിൽ നമ്മുടെ മെത്രാന്മാരെ അവഗണിച്ച്, അതുമല്ല നമ്മുടെ ഇടവകയിൽ ജോലി ചെയ്യുന്ന വൈദികരെയോ സന്യസ്തരെയോ അവഗണിച്ചുകൊണ്ട്, അംഗീകാരമില്ലാത്ത
അറിയപ്പെടാത്ത ഒരു മനുഷ്യൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ അതിനെ നമ്മൾ എങ്ങനെയായിരിക്കും കാണുക? തീർച്ചയായിട്ടും നമ്മൾ ഇവരെ വിലക്കുവാനായിട്ട് ശ്രമിക്കും. എന്നാൽ സത്യത്തിൽ ഇത് മനസ്സിലാക്കി തരുന്നത് മനുഷ്യർക്ക് നമ്മിൽ നഷ്ടപ്പെട്ട വിശ്വാസത്തെ പറ്റിയ, നമ്മുടെ കുറവിനെ പറ്റിയ. കാരണം ഇവർക്ക് നമ്മൾ ആവശ്യമായ ആത്മീയതയും ധൈര്യവും നൽകുന്നില്ല എന്നുള്ളത് തന്നെ. ഇങ്ങനെ യോഹന്നാനെ തേടിപ്പോയ മനുഷ്യർ ധൈര്യമുള്ളവരായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാനായിട്ട് അവർ തയ്യാറുമായിരുന്നു. ആത്മീയതയുടെ വഴികളിൽ ഇപ്രകാരമുള്ള ധൈര്യം നമുക്ക് ആവശ്യമാണ്. നമ്മൾ എവിടെയാണെന്ന് മനസ്സിലാക്കുവാൻ, നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കുവാൻ, ജീവിതത്തിൽ നല്ലത് ചെയ്യുവാൻ, വിശ്വസിക്കുന്ന ജീവിക്കുന്ന പലതും ഹൃദയം കൊണ്ട് ചെയ്യുവാനായിട്ട് യോഹന്നാനെ തേടിപ്പോയ മനുഷ്യർക്കത് സാധിച്ചു. അവർ ആ വഴിയിലായിരുന്നു. അവർ അതുവഴി ക്രിസ്തുവിനെ കണ്ടെത്തുകയും ചെയ്യുന്നു. വ്യത്യസ്തമായിട്ട് ചിന്തിക്കുക, വ്യത്യസ്തമായിട്ട് ജീവിക്കുക. ആഗമനകാലത്തിൻ്റെ രണ്ടാമത്തെ ഈ ആഴ്ചയിൽ ഈ മനുഷ്യർ നമ്മോട് പറഞ്ഞു തരുന്നത് ഇതാണ്. ഇവരെപ്പോലെ ആത്മീയ വഴികളിൽ ധൈര്യമുള്ളവരായിട്ട് മാറുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ക്രിസ്തുവിനൊപ്പം ജീവിതത്തിൽ ശക്തി നേടുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മുടെ നിരപ്പല്ലാത്ത പാതകൾ, ജീവിതപാതകൾ നേരെയാക്കുവാനായിട്ട് നമുക്ക് നമ്മുടെ ആത്മീയത സഹായിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ സംശയങ്ങളും വേദനകളും അനാരോഗ്യവും അങ്ങനെ മറ്റു പലതും ഉണ്ടാകുമ്പോൾ ജീവിതത്തിൽ യഥാർത്ഥ വഴിയിൽ ആയിരിക്കുവാൻ, ദൈവത്തോടൊപ്പം നടന്നുകൊണ്ട് ശക്തി സംഭരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? അതിന് ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.